ഇന്നൊരു കയറിത്താമസം ഉണ്ട് കേട്ടോ. ഇത് വിളിക്കാതെ പോകുന്ന ഗസ്റ്റാട്ടോ ഞാൻ. അങ്ങനെ ഞാൻ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കയറിത്താമസമാണ്. അപ്പം ഞാൻ അവരുടെ കൂട്ടത്തിലങ്ങ് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കറുച്ചാലുള്ള ഹോം സെൻറ്ററിൽ കയറി കേട്ടോ. ഇതുണ്ട്, എനിക്ക് ഈ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ നമുക്കത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് മേടിക്കേണ്ട സാധനം മേടിക്കുക. ഏത് ഡിന്നർ സെറ്റ്. അങ്ങനെ ഞങ്ങൾ സാധനം മേടിച്ചു കേട്ടോ. അപ്പോൾ ആണ്ട് ഇവിടെ 2-3 പേര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ സാധനം മേടിച്ച് നേരെ ആ ചേച്ചിയുടെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും നൈറ്റിലെ കൂടുതൽ വരാറ്. ഇതാട്ടോ വീട്, നല്ല രസമുണ്ട് കേട്ടോ. അകത്തൊക്കെ ആണെങ്കിൽ അടിപൊളി നല്ല സെറ്റപ്പ് കേട്ടോ. പിന്നെ ഇത് 4 മുറിയുണ്ട്. പിന്നെ ഹാള്, കിച്ചൺ ആണെങ്കിൽ വെറൈറ്റി കേട്ടോ. ആ അടുപ്പ് കണ്ടോ, അത് അടച്ച് വെക്കുക കേട്ടോ. ഇപ്പം പുക അകത്തോട്ട് പോകത്തില്ല. അതിൻ്റെ ചെറിയൊരു കോസം എന്ത് സംഭവം ഉണ്ട്. ആ ചേച്ചി നമ്മൾ കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെയർ കയറി മുകളിലത്തെ നിലയിട്ട് ചെന്നു കേട്ടോ. അത് ഈ മേശ ഉണ്ടോ, നല്ല രസമല്ലേ, സൈക്കിളിൻ്റെ വണ്ടിയിൽ ഗ്ലാസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നമുക്ക് ദിശ അനുസരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇത് വേറെ സാധനം കേട്ടോ. TV ഓൾറെഡി റൊട്ടേറ്റ് ചെയ്യുന്ന കേട്ടോ, അങ്ങനത്തെ സംഭവം. ഈ മേശയ്ക്കകത്തുണ്ടോ വെറൈറ്റി ആയിട്ടില്ലേ. നേരത്തെയൊക്കെ ആണെങ്കിൽ എല്ലാവരും കല്ലൊക്കെയാണ്, ഇപ്പം കുറേ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിയോടൊക്കെ വർത്താനം പറഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ബൊഫേ ആയിരുന്നു, അതുകൊണ്ട് ഏതെടുക്കണം നടത്തില്ലായിരുന്നു. അവസാനം ഞങ്ങൾ നേരെ റൈസ് എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഞങ്ങൾ 3 പേരും അങ്ങനെ റൈസ് എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ പെണ്ണ് ചെറിയ വടക്കിലാണ്. അങ്ങനെ ഞങ്ങൾ ആരിലും ഒരാളെ എഴുന്നേറ്റാലേ ചേച്ചിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.